മിസ്സിന്റെ എല്ലാ കൂട്ടുകാർക്കും സൈലം ലേണിംഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ക്രിസ്മസ് എക്സാമിന് എങ്ങനെയാണ് ചോദ്യം ചോദിക്കുക എന്നുള്ളത് പല മക്കൾക്കും ഉള്ള ഒരു കൺഫ്യൂഷൻ ആണ് അല്ലെ. പലതരത്തിലും ചോദ്യങ്ങൾ വരാം കേട്ടോ. അതിനു വേണ്ടിയിട്ട് നിങ്ങളെ ഒന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കുട്ടി ചോദ്യമായിട്ടാണ് മിസ് ഇന്ന് വന്നിരിക്കുന്നത്. ഇതേ ചോദ്യമായിരിക്കത്തില്ല പരീക്ഷയ്ക്ക് ചോദിക്കുക, പക്ഷെ ഇതേപോലത്തെ ഒരു ചോദ്യം നമുക്ക് ഉണ്ടാവും കേട്ടോ. അപ്പൊ നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് നോക്കാലോ. ഇതാണ് ചോദ്യം. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കുറച്ച് വരികൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഈ വരികൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം, ഇതിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ഉത്തരം എഴുതണം അല്ലെ. അപ്പൊ എന്താണ് ഇവിടെ തന്നിരിക്കുന്നത് നമുക്ക് നോക്കാലോ അല്ലെ. ഊഞ്ഞാലാട്ടം അല്ലെ, ഊഞ്ഞാലാട്ടമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം അല്ലെ. അമ്മാവൻ വന്നു ഊഞ്ഞാൽ കെട്ടി, ഉണ്ണിയും കൂട്ടുകാരും ഊഞ്ഞാലാടി, ഉണ്ണി വീണു, വിരൽ മുറിഞ്ഞു, ഉണ്ണി കരഞ്ഞു, മരുന്ന് പുരട്ടി, ഉണ്ണി ചിരിച്ചു അല്ലെ. എന്താ പറഞ്ഞിരിക്കുന്നേ, ഇവിടെ ഉണ്ണി എന്ന് പറഞ്ഞ ഒരു കുട്ടി ഉണ്ടായിരുന്നു അല്ലെ. ഉണ്ണിയുടെ അമ്മാവൻ വന്നപ്പോ എന്ത് ചെയ്തു, ഊഞ്ഞാല് കെട്ടിക്കൊടുത്തു അല്ലെ. നിങ്ങളുടെ വീട്ടിൽ ഊഞ്ഞാലുണ്ടോ? അങ്ങനെ ഊഞ്ഞാല് കെട്ടിക്കൊടുത്തു. അപ്പൊ ഊഞ്ഞാല് നമുക്ക് എല്ലാവർക്കും കളിക്കാൻ ഇഷ്ടമല്ലേ, എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലെ. അങ്ങനെ ഊഞ്ഞാല് കെട്ടിയിട്ട് ഉണ്ണിയും കൂട്ടുകാരും ഇങ്ങനെ ആടുവായിരുന്നു അല്ലെ. അപ്പോഴാണ് എന്ത് സംഭവിച്ചത്, ഉണ്ണി നിലത്തേക്ക് വീണു അല്ലെ. നമ്മുടെ ഉണ്ണിക്കുട്ടൻ എന്ത് ചെയ്തു, നിലത്തേക്ക് വീണു. അപ്പൊ എന്തായി, വിരൽ മുറിഞ്ഞു അല്ലെ, വിരൽ മുറിഞ്ഞു. ഉണ്ണി കരയാൻ തുടങ്ങി അല്ലെ. ഉണ്ണി എങ്ങനെ കരയാൻ തുടങ്ങി, ഇങ്ങനെ കരയാൻ തുടങ്ങി അല്ലെ. അപ്പൊ എന്താ സംഭവിച്ചത്, മരുന്ന് പുരട്ടി അല്ലെ. അപ്പൊ മരുന്ന് പുരട്ടിയപ്പോ ഉണ്ണിക്ക് വേദനയൊക്കെ മാറി അല്ലെ. ഉണ്ണി ചിരിക്കാൻ തുടങ്ങി. ഇതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യം. ഇനി കുറച്ച് ചോദ്യങ്ങൾ ഉണ്ട് കേട്ടോ. ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം പറയണേ. ഇതാണ് ചോദ്യം, കണ്ടെത്തി എഴുതാൻ വേണ്ടിയിട്ടാണ് അല്ലെ പറഞ്ഞിരിക്കുന്നത്. ആരാണ് ഊഞ്ഞാൽ കെട്ടിയത്? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ആരാണ് ഊഞ്ഞാൽ കെട്ടിയിരിക്കുന്നത് അല്ലെ. ആരാണ് ഊഞ്ഞാൽ കെട്ടിയത്? എന്റെ മക്കള് പറഞ്ഞ ആരാണ്? അമ്മാവൻ അല്ലെ. അമ്മാവനാണ് ഊഞ്ഞാൽ കെട്ടിയത്. ഗുഡ്, നിങ്ങൾ കണ്ടുപിടിച്ചു അല്ലെ. പിന്നെ ചിത്രത്തിന് യോജിച്ച വാക്യം ഏത് അല്ലെ. ഇവിടെ എന്താണ്, അമ്മാവനാണ് ഈ നിൽക്കുന്ന പുള്ളി അല്ലെ. ഇതാണ് അമ്മാവൻ, ഇത് നമ്മുടെ ഉണ്ണി ഊഞ്ഞാലാടുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതിന് യോജിച്ച ഒരു വാക്യം നിങ്ങൾ പറഞ്ഞാൽ നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതാം അല്ലെ. അമ്മാവൻ ഊഞ്ഞാല് കെട്ടിക്കൊടുത്തപ്പോൾ കുട്ടികൾ കളിച്ചു, ഇങ്ങനെ എഴുതാം. ഇനി അല്ലെങ്കിൽ എന്താണ്, അമ്മാവൻ കുട്ടികൾ കളിക്കുന്നത് നോക്കി നിന്നു, ഇങ്ങനെയൊക്കെ എഴുതാം അല്ലെ. അപ്പൊ ടീച്ചർ എന്താ എഴുതാൻ വേണ്ടി പോകുന്നത്, അമ്മാവൻ കുട്ടികൾക്ക് ഊഞ്ഞാൽ കെട്ടിക്കൊടുത്തു. അല്ലെ, ഇങ്ങനെ നമുക്ക് എഴുതിക്കൂടെ? എഴുതാ അല്ലെ. നല്ലൊരു ചോദ്യമായിരുന്നില്ലേ ഇത്. ഇതുപോലെ എന്റെ മക്കളോട് കുറെ ചോദ്യങ്ങൾ ചോദിക്കും കേട്ടോ പരീക്ഷയ്ക്ക്. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം, പാഠഭാഗത്തിലെ വാക്കുകളൊക്കെ എന്ത് ചെയ്യാ, ഒന്ന് ആദ്യം പഠിച്ചു വെക്കുക. അതിനുശേഷം അല്ലെ ഇതുപോലത്തെ കവിതകൾ ഉണ്ടാവും, അല്ലെങ്കിൽ കുറിപ്പുകൾ ഉണ്ടാവും അല്ലെ. ഇതൊക്കെ നല്ല പോലെ കുറെ പ്രാവശ്യം എന്ത് ചെയ്യണം, വായിച്ചു നോക്കണം കേട്ടോ. എന്നിട്ട് ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ എന്ത് ചെയ്യണം, എന്റെ കുട്ടികളെ കണ്ടുപിടിച്ച് എഴുതണം. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ടീച്ചർ വിചാരിക്കുകയാണ്. നമുക്ക് അടിപൊളി മറ്റൊരു വീഡിയോയിൽ കൂടെ വീണ്ടും കാണാം. ബൈ.